ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഫുൾ ഫ്ലെയറിൽ വരുന്ന സ്കേർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ജോർജറ്റ് സാരിയാണ് എടുത്തിട്ടുള്ളത്. 5.5 മീറ്റർ സാരി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ലൈനിങ് വെച്ചിട്ടുണ്ട്. ലൈനിങ് ഞാൻ പിന്നെ 5.5 മീറ്റർ ഒന്നും എടുത്തിട്ടില്ല, 3 മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് സാധാരണ ഒരു ചെറിയൊരു സർക്കിൾ വരുന്ന പോലെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു 5 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലോത്തിന് മൊത്തത്തിലേ ഉള്ള ആ ഒരു ക്ലോത്ത് സാരി മൊത്തമായിട്ട് ഇങ്ങനെ 4ആയിട്ട് മടക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇത് മൊത്തത്തിൽ 4ആയിട്ട് മടക്കി വെച്ചതാണ്. അത് എന്താ പറയുക, മടക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമേ മടക്കി വെച്ചത്. ഇതിപ്പോൾ 4ആയിട്ട് മടക്കി വെച്ചിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. 4ആയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ആ മൊത്തത്തിലേ ഉള്ള സാരിയാണ് മടക്കി വെച്ചത്. ഇനിയിപ്പോൾ അതിലിനി ഡൗട്ട് വരേണ്ടത്, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. കൂടുതലായിട്ട് പറഞ്ഞ് നമ്മളിങ്ങനെ നീട്ടി വലിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഈ ഒരു കോണ് കണ്ടില്ലേ, ഇതാ ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഹിപ്പിൻ്റെ അവിടുത്തെ അളവ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുക്കേണ്ടത്. മനസ്സിലായി, ഈ ഒരു കോണിൽ. അപ്പോൾ അത് കാണുന്ന പോലെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ആയിട്ട് വരണം. അപ്പോൾ ആ ഒരു അളവും കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, അളവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം സൈസാണ് എടുക്കുന്നത്. എൻ്റെ ഹിപ്പിൻ്റെ അവിടുത്തെ അളവ് എന്ന് തന്നെ പറയുന്നതും 28ആണ്. ഞാൻ പാൻറ്റ് സൈസൊക്കെ 28ആണ് എടുക്കാറ്. അപ്പോൾ നമുക്ക് ആ ഒരു സൈസിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മീഡിയം ആയതുകൊണ്ട് തന്നെ ഞാൻ 6 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. 6 ഇഞ്ച് താഴ്ത്തിയിട്ട് മാർക്ക് ചെയ്ത് ഇങ്ങനെ ആ കോണിൽ നിന്ന് താഴത്തേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല വട്ടായിട്ട് വരും. കാരണം ഇത്രയും 28 എന്ന് പറയുമ്പോൾ അത്രയും വേണ്ട. പക്ഷെ ഞാനിത് എലാസ്റ്റിക് വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് സൈഡിൽ സിബ്ബോ കാര്യങ്ങളോ അല്ല. സിബ്ബ് കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് അളവ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് ഇരുന്നോട്ടെ, ബാക്കി ഞാൻ എലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു അളവിലെടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിങ്ങനെ ഈ ഒരു വര വെച്ചിട്ടില്ലേ, ആ വരയുടെ അവിടുന്ന് എല്ലാ കോണിലേക്കും നമ്മൾ ഇതേപോലെ വരച്ച് പോകണം. എന്താ പറയുക, സ്റ്റെപ്പായിട്ട് വരയ്ക്കണം. അല്ലാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് ആ ഒരു അളവ് എന്നല്ല. ഇതിപ്പോൾ ഇവിടെ വെച്ചു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വരയ്ക്കുന്ന കാണുന്നില്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ ഓരോരോ കോണിൽ നിന്നും വെച്ച് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ എല്ലാ കോണിലേക്കും ഇങ്ങനെ വെച്ച് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ 4ആയിട്ട് മാത്രമേ മടക്കിയിട്ടുള്ളൂ. ഞാൻ മുന്നേ വേറെ ഒരു ഗൗണ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ ഫ്ലെയർ ആയിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. അതിൻ്റെ എന്താ പറയുക, ബോട്ടം വരുന്ന അതേപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സെയിം രണ്ടിനും ഒരേ റിസൾട്ട് തന്നെയാണ് വരുന്നത്. അത് പിന്നെ ഒന്നുകൂടെ മടക്കി കൊടുക്കും കോണായിട്ട്. അപ്പോൾ ഇത് നമ്മൾ കോണായിട്ട് മടക്കാതെ സ്ക്വയർ പോലെ വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഏകദേശം രണ്ടിൻ്റെയും ഒരേ റിസൾട്ട് തന്നെയാണ് വരുന്നത്, അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല. അത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിൽ ഡൗട്ട് വരുന്ന ആൾക്കാർ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാനിത് ഈ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ലെങ്ത്ത്, അത് ഇതേപോലെ ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു നമ്മുടെ ലെങ്ത്ത് വൈസിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അരയുടെ അവിടുത്തെ ഇതും കൂടി ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത്. ലൈനിങ് പിന്നെ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്ന സംഭവമാണ്. നമ്മൾ സാധാരണ ഫ്രോക്കിൽ കട്ട് ചെയ്യുന്ന പോലെ ആദ്യം 2ആയിട്ട് മടക്കിയിട്ടുള്ള ആ ഒരു ക്രോസ് കട്ടിങ്ങിൽ വെച്ചിട്ടില്ലേ, അത് ഞാൻ പേപ്പറിൽ കാണിക്കാം. ജസ്റ്റ് നമ്മൾ ആദ്യം ഈ ക്ലോത്തിനെ ഇങ്ങനെ 2ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. കാരണം ഞാൻ ആ ഒരു ക്ലോത്തിൽ കാണിക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ പേപ്പറിൽ കാണിച്ചു തരുന്നതാണ്. ആദ്യം 2ആയിട്ട് ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം നമ്മളിങ്ങനെ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തേക്ക് ഇതേപോലെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതേപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ അരയുടെ അവിടുത്തെ അളവാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ നമ്മുടെ അവിടെ റൗണ്ടായിട്ട് അളവെടുത്തില്ലേ, അപ്പോൾ ആ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് വരച്ചാൽ മതി. ആ ഒരു പീസ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ആ ഒരു അളവിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ലെങ്ത്ത് നമുക്ക് നേരത്തെ എത്രയാണോ നമ്മുടെ സ്കേർട്ടിന് ലെങ്ത്ത് കൊടുത്താൽ അതിൽ നിന്നും ഒരു 2 ഇഞ്ച് കുറച്ചോ, കാരണം ലൈനിങ് അല്ലേ, കുറച്ച് കയറി നിന്നാൽ കുഴപ്പമില്ല, അല്ലാണ്ട് പുറത്ത് കാണണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഇതേപോലെ എന്ത് ചെയ്യുക, അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നോർമൽ ഫ്ലെയർ വരുന്നത്. ഓക്കെ, ഇത് നോർമൽ ഫ്ലെയർ ആണ്, നമ്മളെപ്പോഴും ഗൗൺ ചെയ്യുമ്പം ചെയ്യുന്ന സംഭവം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ നല്ല 2 ക്ലോത്ത് ഉണ്ടല്ലോ നമ്മുടെ ഷിഫോണിൻ്റെ, ആ 2 ക്ലോത്ത് ഒന്നിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. നല്ല ഫേസ് ടു ഫേസ് വരുന്ന പോലെ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത്
ഇതിപ്പോൾ നല്ല വശമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തും അതിൻ്റെ അപ്പുറത്തെ സൈഡിലുമായിട്ട് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് കഴിയും, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ടല്ല, ഒന്നിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മേളിൽ ഇതേപോലെ ലൈനിങ് വെച്ചു. ഇനി ഇതിൻ്റെ താഴത്ത് ഇവിടെയും വെക്കണം. അങ്ങനെ രണ്ട് ഭാഗത്തും നമ്മളിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ലൈനിങ് വെച്ചു. ഉള്ളിൽ നല്ല ക്ലോത്തും വരുന്ന പോലെ വെച്ചിട്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ വരെ ഒന്നിച്ച് ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യാറുമില്ല. അത് നമ്മളിത് ഇത്രയും നമുക്ക് ആദ്യം ചെയ്തെടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ വരെ മാത്രം ഒന്ന് ചെയ്തെടുക്കുക. ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 5 ഇഞ്ച് ഇറക്കം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ആദ്യം നമുക്കിത് ഇവിടുന്ന് ഇവിടെ വരെ എന്ത് ചെയ്യുക, ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ ഒന്നിച്ച് ചെയ്തു. പിന്നെ ഈ ലൈനിങ് ഒക്കെ ഒന്ന് അതിൻ്റെ കൂടെ സെറ്റായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണ്. അതും കൂടി ചെയ്താൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. നമ്മുടെ ലൈനിങ് പീസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ, നമ്മുടെ ഷിഫോൺ ക്ലോത്ത് എന്താ പറയുക, ഇതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഇത് ആദ്യം ഞാൻ ഷിഫോൺ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പീസ് ഇതേപോലെ വെച്ചിട്ട് വേണം ഈ സൈഡിൽ നിന്ന് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ട് വശത്തും ഒരേപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ വട്ടം കണ്ടില്ലേ, ഇത് നല്ല വലുപ്പത്തിലാണ് ഇരിക്കുക. നമുക്ക് ഇത്രയും വേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഇനി ഇതിൻ്റെ ബെൽറ്റ് കൊടുക്കണം. ബെൽറ്റ് കൊടുത്തിട്ട് എലാസ്റ്റിക് കൊടുക്കണം. അതൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ചെറുതായി വരുള്ളൂ. അപ്പോൾ ബെൽറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു 4 ഇഞ്ചിൽ ഉണ്ടല്ലേ, 4 ഇഞ്ച് വിടുത്ത് വരുന്ന ഒരു ക്ലോത്ത്, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പീസാണ്. അത് അവിടെ ഇവിടെയൊക്കെ ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ലെങ്ത്ത് വൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ജോയിൻറ്റ് കൊടുത്തതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ക്ലോത്തിനെ നല്ല വശം ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്ത് ഇതിൻ്റെ ഉള്ളിലാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗത്ത് ഇതേപോലെ എന്ത് ചെയ്യുക, നമുക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് അതിനൊരു ബെൽറ്റ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഫുള്ളായിട്ട് റൗണ്ടായിട്ട് എന്ത് ചെയ്യുക, നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇനി എലാസ്റ്റിക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, ഇങ്ങനെ റൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ജോയിൻറ്റ് കൊടുക്കണം. ഓക്കെ, ഇനി അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ അതിനെ ഒരു മടക്കി പിന്നെ നമ്മുടെ ഈ തയ്യൽ തുമ്പൊന്നും കാണാത്ത പോലെ ഇതിനെ നല്ല വശത്തേക്ക് ഇതേപോലെ മടക്കി കൊടുക്കണം. കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ഗ്യാപ്പ് പോലെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് എടുത്തിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഈ എലാസ്റ്റിക് എടുക്കുമ്പോൾ നമ്മുടെ അരയുടെ അവിടുത്തെ അളവിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. അതിപ്പോൾ ഓരോ ആൾക്കാരുടെ അളവ് മാറ്റമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ടൈറ്റായിട്ട് എലാസ്റ്റിക് എടുക്കുക. നമ്മുടെ കറക്റ്റ് ടൈറ്റായിട്ട് എടുത്തിട്ട് അവിടുന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിതിൽ പറ്റിയെന്താ വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിലത്തെ പീസിലും ലൈനിങ് വെക്കായിരുന്നു എന്ന് എനിക്കിത് കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഇതൊരു നേരിയ ക്ലോത്ത് ആയതുകൊണ്ട് എൻ്റെ ആ ഒരു ബെൽറ്റിൽ ഇത് കാണുന്നുണ്ട്. അതെനിക്ക് എന്തോ ഒരു ബോറായോ എന്നൊരു തോന്നൽ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇത് ചെറുതായി വന്നു. ഓക്കെ, അപ്പോൾ അത് അരയുടെ അവിടെ ചെറുതായി വന്നില്ലേ? അപ്പോൾ നല്ല വലുപ്പമാണെങ്കിലും എലാസ്റ്റിക് വെക്കുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് വന്നു. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഇതേപോലെ ഫുൾ ഫ്ലെയർ ആണ് വരുന്നത്, നല്ല ഫ്ലെയർ വരുന്നുണ്ട്. ലൈനിങ്ങിന് അത്രയും ഫ്ലെയർ ഇല്ല. ഈ ഒരു മേലെയുള്ള ക്ലോത്തിന് നല്ല ഫ്ലെയർ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് എന്താ പറയുക, ഇതേപോലെ ട്രൈ ചെയ്യണം എന്നുള്ള ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഷർട്ടിൻ്റെ കൂടെയും ഒക്കെ ഇട്ട് എന്താ പറയുക സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു സ്കേർട്ട് ഉണ്ടെങ്കിൽ.